ഇതിന് ആരെങ്കിലും സമാനം പറയൂ? ഞാൻ മരിച്ചോ എൻ്റെ കുടുംബത്തിനെ ഇല്ലാതാവുള്ളൂ. സർക്കാർ ഒരു വാഗ്ദാനം കൊടുക്കില്ല. BJPക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സാധ്യത കൊടുക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ 10-35 കൊല്ലം കൊണ്ട് ഭരിച്ച് ഞങ്ങളെ പോലുള്ളവർക്ക് ഗതികൾ ഇതായി. ഇനി ആർക്ക് കൊടുക്കും? വികസനം വലുതായിട്ട് ഇവിടെ നടന്നിട്ടില്ല. ഇവിടെ വികസനമൊന്നും പറഞ്ഞ ഫണ്ട് അനുവദിക്കും, അതോ പല വഴിക്ക് അങ്ങ് പോകും. ഈ വരും കാലങ്ങളിൽ ഇവിടുത്തെ യുവാക്കൾക്ക് ജോലി സാധ്യത കൂടുതലുള്ള മേഖലയാണ്. പ്രൈവറ്റ് ആയാലും എന്തായാലും. ആർക്കാണ് ഇത്തവണ ഇവിടെ സാധ്യത ഇലക്ഷന് സാധ്യത? നമുക്കിവിടെ BJPക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത കൊടുക്കുന്നത്. BJPക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സാധ്യത കൊടുക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ 10-35 കൊല്ലം കൊണ്ട് ഭരിച്ച് ഞങ്ങളെ പോലുള്ളവർക്ക് ഗതികൾ ഇതായി. ഇനി ആർക്ക് കൊടുക്കും? ഇതാണ് നമ്മുടെ അവസ്ഥ. ഇതിനകത്ത് കയറി ഇരുന്ന് നോക്കും, മരിച്ചു. നമ്മൾ മനുഷ്യൻ തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഭരിച്ച ജനങ്ങൾക്കൊരു പാവങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യാത്ത സർക്കാർ തന്നെ എന്തിനു ഭരിക്കുന്നത്? ഭരിച്ചിട്ട് കാര്യമില്ല. എല്ലാ കോടീശ്വരന്മാർക്കും അമ്മമാർക്കും ഉള്ള ലാഭം. സാധാരണപ്പെട്ട പാവങ്ങൾക്ക് ഒരു ലാഭവും ഇല്ല. ഞങ്ങൾ 10-20 കൊല്ലം 40 കൊല്ലം കൊണ്ടൊക്കെ ഇവിടെ ഇരുന്ന് ജീവിച്ചുകൊണ്ടിരുന്നതാണ്. നല്ല സുഖമായ അരി വാങ്ങിച്ചു. ഇപ്പൊ ഇവിടെ കയറിയിട്ട് 10-40 കടമായത് കാര്യതാണ്ടില്ല. രണ്ട് പലവരായിട്ട് വെച്ചാൽ അവിടെ ഇരിക്കാൻ റോട്ടെ പോണവർ കാണും ഇതിനകത്ത് കട ഇരിക്കും. ഈ തിരുവനന്തപുരത്തിന് എന്തെങ്കിലും തരത്തിലുള്ള വികസനം ആവശ്യമായിട്ട് തോന്നുന്നു? വികസനം വേണം. അതുകൊണ്ട് നമ്മളൊക്കെ പാർക്ക് വന്നിരിക്കുകയില്ലേ, വേണ്ട കാക്ക തുറന്ന് എല്ലാം തുറന്നു. ഇതുവരെയായിട്ട് അങ്ങനെ ഒരു വികസനം വന്നിട്ടില്ല. പാർക്കിൽ വികസനം ആവശ്യമാണ്. ആവശ്യമാണ്. ഒന്ന് മൂത്രം ഒഴിക്കണമെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും പാർക്ക് എന്നുള്ള ഒരു ഇതേ ഉള്ളൂ, അല്ല വേറെ ഒന്നുമില്ല. വികസനം വലുതായിട്ട് ഇവിടെ നടന്നിട്ടില്ല. ഇവിടെ വികസനമൊന്നും പറഞ്ഞ ഫണ്ട് അനുവദിക്കും, അതോ പല വഴിക്ക് അങ്ങ് പോകും. വികസനം ഇവിടെ യഥാർത്ഥം പറഞ്ഞാൽ ഒരു മൂത്രമൊഴിക്കാനുള്ള ഒരു സ്ഥലം പോലും ഇതിൻ്റെ അകത്തില്ല. ജനങ്ങള് മൂത്രമൊഴിക്കണമെങ്കിൽ വേഗം വല്ലയിടത്തും ആൾക്കൂട്ടത്തിന്റെ ഇടയിലോട്ട് പോകണം. അതാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ഈ പാർക്കുകളിലേക്ക് ഒരു വികസനമാണ്. ഇവിടെ മൂത്രമൊഴിക്കാൻ നേരത്തെ പുള്ളി പറഞ്ഞ മൂത്രമൊഴിക്കാനുള്ള സൗകര്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഗ്രാമങ്ങളിലൊക്കെ മറ്റേ സൗജന്യ വൈഫൈ അങ്ങനെയൊക്കെ വരണം എന്നാണ് പൊതുവെ ഉള്ള ആഗ്രഹം. പിന്നെ അതുപോലെ തന്നെ ഈ വരും കാലങ്ങളിൽ ഇവിടുത്തെ യുവാക്കൾക്ക് ജോലി സാധ്യത കൂടുതലുള്ള മേഖലയാണ്. പ്രൈവറ്റ് ആയാലും എന്തായാലും അതൊക്കെ കൂടി വരണം എന്നുള്ളതും ആണ്. BJPക്കാണ് ചാൻസ് എന്നാണ് അറിവും. ഇത്തവണ എന്താണ് വികസനം ആഗ്രഹിക്കുന്നത് ഇവിടെ? ഇവിടെ അതാ വേണ്ടില്ലേ, കെട്ടിയിട്ടങ്ങനെ വേണ്ടില്ലേ, കട ഇരിക്കുന്ന ഫ്രണ്ടില്, ഞാൻ ഇരിക്കുന്ന ബാക്കിൽ. ഇതാണ് വഴിയോര കച്ചവട തൊഴിലാളിക്ക് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഒരു കട തന്നത്. അത് കോർപ്പറേഷൻ തന്നതാണ്. അത് കേന്ദ്ര ഫണ്ടാണ്. ഈ കേന്ദ്ര ഫണ്ട് കഴിഞ്ഞ കൊറോണയ്ക്ക് മുമ്പുള്ള വർഷത്തെ മാർച്ച് അവസാനം ഈ പദ്ധതി പാസ്സാക്കിയില്ലെങ്കിൽ ഈ കാശ് തിരിച്ച് കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊടുക്കേണ്ട സമയമാണ്. അപ്പം അതുകൊണ്ട് ഈ വഴിയോര കച്ചവട തൊഴിലാളിക്ക് എങ്ങനെയെങ്കിലും ഒരു കട കാട്ടുകൂട്ടി അവർ വെച്ചു തന്നു. അപ്പോൾ ഞങ്ങൾ ഈ നേരത്തെ പുറത്ത് നിന്ന് കച്ചവടം ചെയ്യുമ്പോൾ നമുക്ക് ഉപജീവനമാർഗം നേടി പോകുമായിരുന്നു, നമ്മളെ കുടുംബവും കാര്യങ്ങളും എല്ലാം പോകുമായിരുന്നു. ഇപ്പോൾ ഈ കട കൊണ്ട് ഒരു നിവൃത്തിയില്ല, ഒരു നക്ഷത്രത്തിലെല്ലാം ഒരു നിവൃത്തിയില്ല. ഈ വഴിയോര കച്ചവട തൊഴിലാളികൾക്ക് വേണ്ടി 10,000 രൂപ കൊടുക്കും, ലോണ് വരെ എടുത്തിട്ട് അതിന് അടയ്ക്കാൻ വരെ നിവൃത്തിയില്ല. ഈ കട പൂട്ടിയിട്ടേക്കാണ്. ഈ കടയ്ക്കകത്ത് നിറച്ച് സാധനമാണ്. അതിൻ്റെ ഒരു ക്യാമറ എടുക്കണം, ഇതിൻ്റെ ഒരു ക്യാമറ എടുക്കണം. ഇതിങ്ങനെ തുറന്നു നടക്കണം. ഇതിൽ ഇറത്തടിച്ചാൽ എന്ത് ചെയ്യും? ഇതിന് ആരെങ്കിലും സമാനം പറയൂ? ഞാൻ മരിച്ചോ എൻ്റെ കുടുംബത്തിനെ ഇല്ലാതാവുള്ളൂ. സർക്കാർ ഒരു വാഗ്ദാനം കൊടുക്കില്ല. അഥവാ 5-10 ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞാലും അത് കൊടുക്കുകയില്ല. ഞാൻ പോയാൽ എൻ്റെ കുടുംബത്തിനില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ.